ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലഗസ മീഡിയ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഐറ്റം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മധുരപ്പച്ചടിയാണ്. അപ്പോൾ പൈനാപ്പിള്, നേന്ത്രപ്പഴം, പിന്നെ പച്ചമുന്തിരി, ഈ 3 ഐറ്റം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പേര് മധുരപ്പച്ചടി എന്ന്. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ മാത്രമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പച്ചടി എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെ മധുരപ്പച്ചടി തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രത്യേക തരം സ്വാദുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ മധുരപ്പച്ചടി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്, പിന്നെ ചെറുതായിട്ടൊരു പുളിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ തൊലി ചെത്തി കളയാനായിട്ട് ആദ്യം തന്നെ ചെയ്യണത് ചെറിയ ചെറിയ പീസുകളായിട്ട് മാറ്റാണ്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. ആദ്യം തന്നെ ഞങ്ങളിവിടെ പൈനാപ്പിൾ ചെത്തുമ്പോൾ ഇതുപോലെയാണ് ചെത്തണത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ തൊലി കളയാനും പെട്ടെന്ന് പീസാക്കി മാറ്റാനും പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള ഒരു ഐഡിയ ആണിത്, ഇതുപോലെ ചെത്തിയെടുക്കുന്നത്. മുഴുവനായിട്ട് ചെത്തിയെടുക്കുമ്പോൾ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയുന്നതാണ്. ഒരു പൈനാപ്പിൾ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, നമ്മളൊരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ആ പൈനാപ്പിളിൻ്റെ സൈഡിൽ, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിലുള്ള തൊലി മൊത്തം ഇതുപോലെ ചെത്തിക്കളയാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ തൊലി ചെത്തിക്കളയാം. പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. ആ സെൻറ്ററിലുള്ളത് നമുക്ക് വേണ്ട. അതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് വേണ്ടെന്ന് പറഞ്ഞത്. അതിനുശേഷം ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. നമ്മുടെ പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ചെറിയ പീസുകളാക്കി മാറ്റാം. ഇതേപോലെ എല്ലാതും ഒരേ അളവിൽ ചെറിയ ചെറിയ പീസാക്കി മാറ്റാം. അപ്പോൾ പൈനാപ്പിൾ മൊത്തമായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം എല്ലാ പൈനാപ്പിളും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം നല്ല പഴുത്ത പഴമാണ്, നേന്ത്രപ്പഴം. അതൊരു അരപ്പഴം ചേർത്ത് കൊടുക്കണല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കുമ്പോൾ ഒരു 4 വിസിൽ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. കുക്കറിൽ ഒരു 4 വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പഴം, പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതൊരു വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ചട്ടി ചൂടായി കിടക്കുന്നുണ്ട്. ഇനി ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് ഐറ്റംസ് ആയിട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മൺചട്ടിയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് മൺചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഉരുളിയിൽ തന്നെ പാചകം ചെയ്യാം. പക്ഷേ സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ. നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്തത്. ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. പൈനാപ്പിളിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറ്റി പോകണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിളിലും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചേർക്കണത് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കണത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം പഞ്ചസാരയും പിന്നെ ഈ പൈനാപ്പിൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ നന്നായിട്ട് ആ പഞ്ചസാരയും പിന്നെ പൈനാപ്പിളൊക്കെ മിക്സായിട്ട് നല്ല ഉടഞ്ഞ് നല്ല പരുവാകുമ്പോൾ നമുക്കിങ്ങി വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ മധുരപ്പച്ചടിക്കുള്ള വറവ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 വറ്റൽമുളക്, നീളത്തിലുള്ള വറ്റൽമുളക്. അത് ചെറുതായിട്ട് മുറിച്ച്
അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ വറവ് നേരെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിളിലേക്ക് കൊണ്ടൊഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നാളികേരമാണ്. അപ്പോൾ ഒരു പിടി നാളികേരം പിന്നെ കടുകും കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മധുരപ്പച്ചടിക്കുള്ള അവസാന ഐറ്റം എന്ന് വെച്ചാൽ പച്ചമുന്തിരിയാണ്. അപ്പോൾ ഒരു 5-6 എണ്ണം പച്ചമുന്തിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ടാണ് ഇത് ചേർക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇടയിലൊക്കെ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് മുന്തിരിയുടെ തൊലിയൊക്കെ വിട്ടിട്ട് വെന്ത് ആകെ അളിഞ്ഞു പോകും. അപ്പോൾ അവസാനം ചേർക്കുമ്പോൾ ഒരു കടിക്കാൻ പാകത്തിൽ മുന്തിരി എടുക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അവസാനമായിട്ടാണ് പച്ചമുന്തിരി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മധുരപ്പച്ചടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ മധുരപ്പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.